ഇപ്പൊ നമ്മള് സ്കൂളിലെ ഫെസ്റ്റ് ആണ്. നമുക്ക് ഓഫ് സ്റ്റേജ്, ഓൺ സ്റ്റേജ് ഐറ്റംസിന്റെ ഒക്കെ കുട്ടികളെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനിപ്പോ ഫെസ്റ്റ് എന്ന് കൊടുത്തു. ഇനി എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി നമുക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാനുണ്ടാവുമ്പം കുട്ടികളുടെ പേരായിരിക്കും എനിക്ക് ഒബ്വിയസ്ലി കളക്ട് ചെയ്യാനുണ്ടാവുക. അതുപോലെ കുട്ടികളുടെ റോൾ നമ്പേഴ്സ് അത്ര കമ്പൽസറി അല്ല. കുട്ടികളുടെ പേര്, പിന്നെ നമുക്ക് ഇവന്റ്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യാനുണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസിന്റെ സെഷൻ ആണ് ഇനി അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ ഹെഡിങ് ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ. ഓക്കെ, അപ്പൊ ഇതിൽ ഷോർട്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒബിയസ്ലി പേര് ഒരു ചെറിയൊരു ആൻസർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, ഒരു ടെക്സ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത സിറ്റുവേഷനിൽ ആദ്യം ഞാൻ പേരാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത്. അപ്പൊ ഞാൻ ഷോർട്ട് ആൻസർ എന്ന് കൊടുത്തു. ഇനി ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഇത് ബൈ ഡിഫോൾട്ട് ഓഫ് ആയിരിക്കും. ഓക്കെ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ ഫോമിൽ ഈ പേര് ടൈപ്പ് ചെയ്യൽ നിർബന്ധമാണ്. അല്ലാതെ എനിക്ക് പേര് ടൈപ്പ് ചെയ്യാതെ ഈ ഫോം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂല. ഈ റിക്വയർഡ് ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ആൻസർ കുട്ടി പ്രൊവൈഡ് ചെയ്യൽ നിർബന്ധമാണ്. ഇത് ഓഫ് ആണെങ്കിൽ കുട്ടിക്ക് പേര് ടൈപ്പ് ചെയ്യാതെയും ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് യാതൊരു യൂസും ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഫീൽഡുകൾ നമ്മൾ ലോജിക്കലി ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റിക്വയർഡ് ആക്കി കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ഫീൽഡ് നമ്മൾ നെയിം കൊടുത്തു. ഇനി അടുത്ത ഫീൽഡ്, അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാൻ ഇവിടെ പ്ലസ് എന്ന് കാണാം, ആഡ് ക്വസ്റ്റ്യൻ, പ്ലസ് കൊടുത്തു. ഇനി പേര് ഞാൻ സ്വീകരിച്ചു. അടുത്തത് എനിക്ക് ഇവന്റ് അല്ലെങ്കിൽ ക്ലാസ് ആണ് ആദ്യം സ്വീകരിക്കേണ്ടത്. നെയിം കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് കിട്ടണം. അപ്പൊ ഞാൻ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്തു. ഈ ക്ലാസ്സിൽ എനിക്ക് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ കൊടുക്കാം. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം, ചില കുട്ടികള്, ഹലോ ഓഡിബിൾ ആണോ? ഓക്കെ, ഈ ഷോർട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചില കുട്ടികൾ +2 കമ്പ്യൂട്ടർ സയൻസ് എഴുതും. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കോമൺ ടേം S2C ആണ്. അപ്പൊ ചില കുട്ടികൾ +2 കമ്പ്യൂട്ടർ സയൻസ് എഴുതും, ചില കുട്ടികൾ S2C എഴുതും. അവർക്ക് ഇഷ്ടമുള്ള ഇൻപുട്ടാണ് കൊടുക്കുക. അപ്പൊ നമുക്ക് സോർട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതും ഒരു ലോജിക്കലി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് കൊടുത്തിട്ട് ഓപ്ഷൻ 1 S2A, ഓപ്ഷൻ 2 ആയിട്ട് S2B എന്ന് കൊടുക്കാം, ഓപ്ഷൻ 3 S2C എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളത് എൻ്റർ ചെയ്യാൻ പറ്റൂല. ഏതെങ്കിലും ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ ആയിരിക്കും കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ മൾട്ടിപ്പിൾ ചോയ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതേസമയം നമ്മളിവിടെ ഷോർട്ട് ആൻസർ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്പിൾ ചോയ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുന്നതിന് വേണം ചെക്ക് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് തന്നെ S2Aയും S2Bയും S2Cയും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചെക്ക് ബോക്സ് പറ്റൂല, മൾട്ടിപ്പിൾ ചോയ്സ് പറ്റും. പിന്നെ ഒന്നുള്ളത് ഡ്രോപ്പ് ഡൗൺ ആണ്. ഡ്രോപ്പ് ഡൗൺ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ക്ലാസ് ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്തിടണം. ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, ഈ ക്ലാസ് എന്നുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്യാതെ തന്നെ കുട്ടിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതിനും റിക്വയർഡ് എന്നുള്ള ഫീൽഡ് കൊടുക്കും. ഇനി അടുത്തത് ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നെയിമും ക്ലാസ്സും ആയി. ഇനി ഇവന്റ് ആണ്. അപ്പൊ ഞാൻ ഇവന്റ് എന്ന് കൊടുത്തു. അതും ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് കൊടുക്കുക. ഒരു കുട്ടിക്ക് ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കും. കാരണം ഒരു കുട്ടിക്ക് ഒരു ഓപ്ഷനെ അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് എനിക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ചെക്ക് ബോക്സ് കൊടുക്കാം. അപ്പൊ കുട്ടിക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ടിക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം എക്സാമ്പിളിന് വേണ്ടി ജസ്റ്റ് ABCD എന്ന് കൊടുക്കാം. ഫസ്റ്റത്തെ ഇവന്റ് A, സെക്കൻഡ് ഇവന്റ് B എന്ന് കൊടുക്കുന്നു, തേർഡ് C എന്ന് കൊടുക്കുന്നു. ഇനി ഇതും റിക്വയർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്തത്. കാരണം ഇവന്റിന്റെ ആൻസർ പ്രൊവൈഡ് ചെയ്യാതെ കുട്ടി ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും വീണ്ടും യൂസ് ഇല്ല. അപ്പൊ ഒരു ഓപ്ഷൻ മാത്രമാണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ സിറ്റുവേഷൻ ഇപ്പം ഒരു ചെറിയ ഗൂഗിൾ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോം യൂസറിന് ഏത് രീതിയിലാണ് കാണാൻ പറ്റുക, വ്യൂ ചെയ്യാൻ പറ്റുക എന്നറിയണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഐന്റെ സിമ്പിൾ കാണാം. പ്രിവ്യൂ ആണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോമിന്റെ പ്രിവ്യൂ കാണണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ ഫോം കുട്ടിക്ക് കാണാൻ പറ്റുക. ഇവിടെ പേര് ടൈപ്പ് ചെയ്യാം, ഇവിടെ ക്ലാസ്, ഇവിടെ കാണാം ഏതെങ്കിലും ഒരു ഇൻപുട്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ അവിടെ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതേസമയം തേർഡ് ഓപ്ഷൻ ഇവിടെ ഇവന്റ് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇവന്റ് മാത്രമേ എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
മറ്റേ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം ക്ലിക്ക് ചെയ്തത് ഇൻവിസിബിൾ ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഫോമിൽ ജസ്റ്റ് ഒരു ബേസിക് ഫോമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 സെക്ഷൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, മൾട്ടിപ്പിൾ ചോയ്സ്, അതുപോലെ ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ. ഇനി ഈ ഇവന്റിനെ തന്നെ ഞാൻ ഡ്രോപ്പ് ഡൗൺ ആക്കി മാറ്റി കഴിഞ്ഞാൽ വരുന്ന വിസിബിൾ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിവിടെ ഒന്നുകൂടി പ്രിവ്യൂ കൊടുക്കാം. കണ്ടോ, ഡ്രോപ്പ് ഡൗൺ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ബോക്സാ വരിക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോം ഒന്നും കൂടി ഓർഗനൈസ്ഡ് ആയി കിടക്കും. ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതാണ് ഈ ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷന്റെ യൂസ്ഫുൾനെസ്. ഇപ്പൊ നമ്മളൊരു ബേസിക് ഫോം ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിനും ഇപ്പം ഹൗസ് വൈസ് ലിസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പല ടീച്ചേഴ്സിനും ഇതേ സെയിം ഫോം തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതില് ക്ലാസ്സസിൽ 1-2-3 ക്ലാസ്സസ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഹലോ, ഓഡിബിൾ ആണോ? ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇപ്പൊ ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ 3 ഹെഡിങ് കാണാം. ഒന്ന് ക്വസ്റ്റ്യൻസ്, എനിക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റെസ്പോണ്ടർ അടുത്തുനിന്ന് ചോദിക്കാനുള്ളത്. ഇനി അടുത്ത സെക്ഷനാണ് റെസ്പോൺസസ്. ടോപ്പിലുള്ള റെസ്പോൺസസ്, അതായത് ഇവർ എൻ്റർ ചെയ്യുന്ന ഡാറ്റകൾ നമുക്ക് ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റോ ആയിട്ട് കിട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ റെസ്പോൺസസ് എന്ന് പറയുന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ടു ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരിക. ആ ഗൂഗിൾ ഷീറ്റിന്റെ പേര് എന്താണ് അത് നമുക്ക് വേണമെങ്കിൽ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് റെസ്പോൺസ് എന്ന് വന്നിട്ടുണ്ട്, അത് മതി എന്നുണ്ടെങ്കിൽ അത് ഓക്കെ അടിച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പം പുതിയൊരു ഗൂഗിൾ ഷീറ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ഈ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി കോളംസ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇവിടെ നെയിം, ക്ലാസ്, ഇവന്റ് എന്ന് കാണാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എന്താ, ഒന്ന് നെയിമാണ്, പിന്നെ ഒന്ന് ക്ലാസ് ആണ്, പിന്നെ ഒന്ന് ഇവന്റ് ആണ്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കോളം 4 എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഓരോ കോളം ആക്കി ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടെ മാനുവലി ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടികളുടെ കയ്യിൽ നിന്നും ഡീറ്റെയിൽസ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈസിയസ്റ്റ് ഫോം ആണ് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക, അത് ഒരു ഗൂഗിൾ ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ടാബിൽ നമ്മൾ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തു. സെക്കൻഡ് ടാബിൽ പോയിട്ട് നമ്മൾ റെസ്പോൺസസ് ഒരു ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്യണം. ആ ലിങ്കിങ് നടത്തി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പല ആളുകളും ഗൂഗിൾ ഫോം ഒന്നിൽ കൂടുതൽ തവണ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഞാനിപ്പം ഈ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ ഐഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു ലൈവ് ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ടൈം കൺസ്ട്രെയിൻ ഉണ്ടല്ലേ? ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. ഗൂഗിൾ ഫോമും ഷീറ്റും തമ്മിൽ ലിങ്കിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നിൽ കൂടുതൽ തവണ ഒരു കുട്ടി റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ് ടീച്ചർക്ക് 40 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ഒരു 40 കുട്ടികൾ 3 തവണ അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 120 റെസ്പോൺസ് ഒരു ടീച്ചർക്ക് കിട്ടും. അപ്പൊ ആ റെസ്പോൺസ് ലിമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലുള്ള സെറ്റിംഗ്സ് ടാബിൽ പോയി കഴിഞ്ഞാൽ റെസ്പോൺസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഇനേബിൾഡ് അല്ലെങ്കിൽ ഒരാൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. ഒരു ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് യുവർ റെസ്പോൺസ് ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് പറയും. പക്ഷേ അത് കാണുമ്പം ഒരു എന്താ പറയാ, ഒരു വസ്വാസ് വരും. അതായത് ഇത് സബ്മിറ്റഡ് ആയിട്ടുണ്ടോ ഇല്ലേ, ആ ഗൂഗിൾ ഫോം ഒന്നുകൂടി എടുത്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യും. അപ്പൊ അൺവാണ്ടഡ് ഡാറ്റ പിന്നെയും ആ ഷീറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ലിമിറ്റ് ടു 1 റെസ്പോൺസ്. ഇത് ഓപ്പൺ ആക്കിയില്ല. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, ഫോം സ്റ്റാർട്ട് ചെയ്തു, ഇതിൽ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ പോയി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റെസ്പോൺസിൽ പോയിട്ട്
ലിങ്ക് ടു ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ഷീറ്റുമായിട്ട് ലിങ്ക് ആയി. അതിനുശേഷം സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ റെസ്പോൺസ് ലിമിറ്റ് ടു 1 റെസ്പോൺസ്, ഒരു റെസ്പോൺസ് മാത്രമേ ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിലേക്ക് ലിമിറ്റ് ചെയ്തു. ഇത് ചെയ്യൽ നിർബന്ധമില്ല. ചില സമയം ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഇപ്പം കുട്ടികളുടെ കയ്യിൽ നിന്നും ഇവന്റ്സ് ആക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരു തവണ മാത്രം ചിലപ്പോൾ ആ കുട്ടിക്ക് എൻ്റർ ചെയ്താൽ മതിയാവില്ല. ഒരു തവണ ഒരു ഇവന്റിന് മാത്രം എൻ്റർ ചെയ്തു, കുട്ടിക്ക് വീണ്ടും അടുത്ത ഇവന്റിന് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് 1 റെസ്പോൺസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഡാറ്റ കൊടുക്കാൻ. അപ്പൊ ഇത്രയാണ് നമ്മളൊരു ഗൂഗിൾ ഫോമിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോമിന്റെ ക്രിയേഷനും അതിന്റെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഈ ഫോം നമ്മൾ പബ്ലിഷ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ നമ്മളെ സിസ്റ്റത്തിൽ മാത്രമേ ഇതുള്ളൂ. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെസ്പോണ്ടർക്ക് ഇതിനൊരു റിയാക്ഷൻ തരാനോ ഡാറ്റ എൻ്റർ ചെയ്യാനോ ഒന്നും പറ്റൂല. അപ്പൊ ഞാനിത് പബ്ലിഷ് ചെയ്യണം. നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പബ്ലിക്കിന് അവൈലബിൾ ആവുള്ളൂ. അപ്പം പബ്ലിഷ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പബ്ലിഷ് എന്ന് പറഞ്ഞ വീണ്ടും ഒരു ബട്ടൺ കാണാം. ഇതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗൂഗിൾ ഫോം ഓൺലൈൻ അവൈലബിൾ ആയി. നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് എന്നിട്ടുള്ള ബട്ടൺ മാറി, അപ്പം പബ്ലിഷ്ഡ് എന്ന് അവിടെ കാണിക്കുന്നത്. അപ്പൊ അത് ഓൺലൈൻ അവൈലബിൾ ആയി. ഇനി ചെയ്യാനുള്ള ഒരൊറ്റ വഴി ഇതിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പിന്നിന്റെ ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മാത്രം മതി. വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കാം, എന്തോ ആവട്ടെ, അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം. അപ്പൊ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തു, ഗൂഗിൾ ഷീറ്റ് ഓക്കെ ആയി. ഇനി നമുക്കുള്ളത് ഈ ഗൂഗിൾ ഫോമിനെ നമ്മളെ ഗൂഗിൾ ഡ്രൈവിൽ സ്പെസിഫിക് ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഫയലിന്റെ സിമ്പിൾ. ഇവിടെ അങ്ങനെ പ്ലേസ് ചെയ്താൽ മൂവ് ടു ഫോൾഡർ എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് പോവുക. അപ്പൊ ഇവിടെ മൈ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എനിക്കിത് കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോൾഡറാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ഫോൾഡർ എന്ന് കൊടുത്തു, അതിന് പേര് ഞാൻ കലോത്സവ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യണം. പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയി. എന്നിട്ട് അതിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതോടുകൂടി എൻ്റെ ഈ ഗൂഗിൾ ഫോം എൻ്റെ ഗൂഗിൾ ഡ്രൈവിനുള്ളിൽ കലോത്സവ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിന്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടു. ഇനി ഇത് ഒരിക്കലും മിസ്പ്ലേസ്ഡ് ആവില്ല. ഇത് പറയാൻ കാരണം ടീച്ചേഴ്സ് പൊതുവേ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഒരുപാട് ഗൂഗിൾ ഫോംസ് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇത് മിസ്പ്ലേസ്ഡ് ആവും. പല സമയങ്ങളിൽ നമുക്ക് ഒരു ഇപ്പം മന്ത്ലി പോർഷൻ കംപ്ലീഷൻ ആണെങ്കിൽ പോലും പലർക്കും ഇത് കിട്ടാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം ചെയ്യേണ്ട ഒരൊറ്റ വിഷയം എത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളിത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഐക്കൺ കാണാം ഫോൾഡറിന്റെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് ഈ കലോത്സവം എന്ന് പറഞ്ഞ ഫോൾഡർ. അതല്ലെങ്കിൽ നിങ്ങൾ ഇതാ മൈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹോമിലേക്ക് പോകും. അതായത് ഇതാണ് നമ്മളെ മെയിൻ റൂട്ട് ഡയറക്ടറി എന്ന് പറയും. ഓക്കെ, ഇതിൽ എനിക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഞാനിവിടെ കലോത്സവം എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് മൂവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഷീറ്റും ഈ ഗൂഗിൾ ഫോമും എൻ്റെ ഗൂഗിൾ ഡ്രൈവിനുള്ളിൽ കലോത്സവം എന്ന് പറയുന്ന ഒരു ഫോൾഡറിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. ഇനി അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കലോത്സവം എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അതിൽ നമുക്ക് എല്ലാം വിസിബിൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാണ്. ഇതിൽ മൈ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഇതാ കലോത്സവം എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്നിട്ട് അതിനുള്ളിൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതാ ഇവിടെ ഒരു സിമ്പിൾ കാണാം. ഇത് ഗൂഗിൾ ഫോം ആണ് എൻ്റെ. ഇവിടെ ഇത് കാണാം, ഇത് എൻ്റെ ഗൂഗിൾ ഷീറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് എലമെന്റ്സും ഈ ഗൂഗിൾ ഡ്രൈവിൽ കലോത്സവം എന്ന് പറയുന്ന ഫോൾഡറിൽ പോയി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് വരുന്ന യൂസ് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റും മിസ്പ്ലേസ്ഡ് ആവില്ല. അപ്പൊ എനിക്ക് ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ എനിക്കിവിടെ കുട്ടികളുടെ പേര് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്, സ്വാബിർ സാർ അത് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫൈസൽ സാർ ഇങ്ങനെ കൊടുത്തു. ഇതിൽ ക്ലാസ്സസും കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനെ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇത് സോർട്ട് എ ടു സെറ്റ്, അതായത് അസെൻഡിങ് ഓർഡറിൽ എനിക്ക് സോർട്ട് ചെയ്യണമെങ്കിലാണ്
ഞാനിവിടെ A to Z എന്ന് കൊടുക്കുക. അതിന് മുമ്പ് ഫിൽറ്റർ അപ്ലൈ ചെയ്തത് കണ്ടിരുന്നു ആരെങ്കിലും? ഈ ഒരു ഐക്കൺ ഞാൻ പ്രസ് ചെയ്യുന്നത് ഇല്ലല്ലേ? ഓക്കെ. ഓക്കെ. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഗൂഗിൾ ഫോമിൽ ഡാറ്റ ഒക്കെ കുട്ടികൾ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നോളൂ. നമ്മൾ ഒന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് അതിന്റെ ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് ഡാറ്റ കിട്ടും. ഇനി ആ ഡാറ്റനെ എനിക്ക് സോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. എനിക്ക് ആൽഫബറ്റിക്കലി റിവേഴ്സ് ഓർഡറിലാണ് വരേണ്ടത് എന്നുണ്ടാവും. ചില സമയങ്ങളിൽ എനിക്ക് ഇവന്റിന്റെ ഓർഡറിൽ പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് എ ഫിൽട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒരു ഫിൽട്ടർ, ഒരു 3 ലൈൻസ് കാണാം ഓരോ കോളത്തിന്റെയും കൂടെ. അപ്പൊ എനിക്ക് ഈ നെയിമിന്റെ ബേസിസിലാണ് ഈ കംപ്ലീറ്റ് കോളത്തെ സോർട്ട് ചെയ്യേണ്ടത്, ഒരു ടേബിളിനെ സോർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ നെയിം എന്ന് പറയുന്ന കോളത്തിൽ പ്രസ് ചെയ്തിട്ട് ഇവിടെ 3 ലൈൻസ് കാണാം. ഇതൊരു മെനു ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോർട്ട് A to Z എന്ന് കാണാം. അതായത് അസെൻഡിങ് ഓർഡറിലായിരിക്കും ഇവിടെ സോർട്ട് ചെയ്യാം. സോർട്ട് Z to A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും ഇവിടെ സോർട്ടിങ് നടക്കുക. ഓക്കെ. അപ്പം ഈ സോർട്ടിങ്ങിന്റെ കൂടെ തന്നെ ഇവന്റ്സും മാറുന്നുണ്ട്. ഇവിടെ കാണാം ഞാൻ A to Z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഷ്മലിന്റെ ഇവന്റ് C ആണ്. ഇവിടെ സോർട്ടിങ്ങും നടക്കും. അപ്പൊ ഈ സോർട്ടിംഗ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് ക്ലാസ് ടീച്ചേഴ്സിനെല്ലാം. കാരണം കുട്ടികളുടെ റോൾ നമ്പർ ജനറേഷന്റെ സമയത്ത് രജിസ്റ്റർ ഒക്കെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇറേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആ ഇറേഴ്സ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റിന്റെയും സഹായത്തോടു കൂടി സെക്കൻഡ് ലാംഗ്വേജിന്റെ ബേസിസിലും കുട്ടികളുടെ പേരിന്റെ ബേസിസിലും നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഡാറ്റ സോർട്ട് ചെയ്ത് ഡാറ്റ ഫോം വഴി നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം, ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാം, എന്നിട്ട് ആ ഗൂഗിൾ ഷീറ്റ് വഴി നമുക്ക് ആ ഡാറ്റനെ എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മെത്തേഡ്സ് നമുക്ക് ഗൂഗിൾ ഷീറ്റ് വഴി കുട്ടികളിലുള്ള ഡാറ്റനെ നമുക്ക് മാനിപ്പുലേഷൻ നടത്താം. ഓക്കെ. അപ്പൊ ഗൂഗിൾ ഷീറ്റിന്റെ മെയിൻ യൂസ് ഫോം വഴി നമുക്ക് കിട്ടിയ ഡാറ്റനെ അതിന്റെ മുകളിൽ നമുക്ക് മാനിപ്പുലേഷൻസ് നടത്താൻ, സോർട്ടിങ്ങും അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനും ഡാറ്റ എടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യുക. അപ്പം ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റും ഈ 2 കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കിയിട്ടുള്ളത്. അതിന്റെ ബേസിക്സ് മാത്രമാണ്. അപ്പം ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റിന്റെ കൺസെപ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഷീറ്റ്സ് ഗൂഗിൾ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. അതിൽ ആദ്യത്തെ ലിങ്ക് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം ഒരു ഗൂഗിൾ ഷീറ്റ് ഇവിടെ ഓൾറെഡി വന്നു. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് പോർഷൻ കംപ്ലീഷൻ ആവട്ടെ, നമുക്ക് പലതരത്തിൽ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിക്കോട്ടെ, ഒരുപാട് ഡീറ്റെയിൽസ് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ഗൂഗിൾ ഷീറ്റ്സ് വഴി നമുക്ക് എടുക്കാനുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യുക. അപ്പൊ അതിനൊരു ഹെഡിങ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പോർഷൻ കംപ്ലീഷൻ തന്നെ കൊടുക്കാം. ഓക്കെ. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ അത്. പോർഷൻ കംപ്ലീഷൻ എന്ന് കൊടുത്തു. ഇനി എനിക്ക് ഇതിൽ കുറച്ച് ഹെഡിങ്സ് കൊടുക്കണം. ഇതിൽ ടീച്ചർ നെയിം അല്ലെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അടുത്ത ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം ഡേറ്റ് കൊടുക്കാം. ഇങ്ങനെ ഹെഡിങ്സ് കൊടുക്കുക. ഈ ടൈപ്പിംഗ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി വേണ്ടത് എനിക്ക് ഈ ടൈറ്റിലിനെ ഓരോ സെല്ലിനെയും ഒരു ഡിഫറെന്റ് കളർ ആക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സെല്ലും ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഫസ്റ്റത്തെ റോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിൽ കളർ എന്നുള്ളൊരു ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഗ്രേ കൊടുത്തു. അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഈ 3 സെല്ലിന്റെയും ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് ഗ്രേ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കളർ ചേഞ്ചിങ്, അതായത് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യല. ഓക്കെ. ഇനി ചെയ്യേണ്ടത് എനിക്ക് ടെക്സ്റ്റിന്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് സെല്ലിലുള്ള ടെക്സ്റ്റിന്റെ കളറാണോ എനിക്ക് മാറ്റാനുള്ളത് ആ 3 സെല്ല്, ഞാൻ ഈ 3 സെല്ലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ എനിക്ക് ടെക്സ്റ്റ് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ A എന്ന് പറഞ്ഞിട്ട് ഒരു ആൽഫബറ്റ് കാണാം. അതിൽ പ്ലേസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് കളർ എന്നുള്ള ഒരു പോപ്പപ്പ് വിൻഡോ അല്ലെങ്കിൽ പോപ്പപ്പ് ടെക്സ്റ്റ് വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ടെക്സ്റ്റിന്റെ കളർ മാറ്റാൻ ഉള്ള ഓപ്ഷനാണ് വരിക. ഓക്കെ. ഇനി പലതരത്തിലുള്ള ഡാറ്റകൾ ഇതിൽ വരും. ഇതിലൊക്കെ എൻട്രികളും എലമെന്റ്സ് ഒരുപാട് നമുക്ക് കിട്ടാനുണ്ടാവും. അപ്പൊ എല്ലാവരും റോ ആയിട്ടാണ് ഇതിനെ പല സ്ഥലത്തും സബ്മിറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇതില് ബോർഡേഴ്സും സെല്ലുകളായിട്ട് തിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ സെല്ലാണോ എനിക്ക് വേണ്ടത് അതിങ്ങനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ കാണാം ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ. ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്ത് ടൈപ്പ് ഓഫ് ബോർഡർ ആണ് എനിക്ക് വേണ്ടത്? ഇവിടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബോർഡർ ഉണ്ട്. ഇതില്
ഞാൻ ഔട്ടർ ബോർഡർ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കാണാം ഇതിന് പുറത്തൂടെ മാത്രം ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് പകരം ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്ത് ഈ ബോർഡറിന്റെ ഓപ്ഷനിലേക്ക് പോയി ഞാനിവിടെ ഫുൾ ബോർഡർ എന്നുള്ള ഓപ്ഷൻ, ഓൾ ബോർഡർ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെല്ലിലും എനിക്ക് ബോർഡർ അല്ലെങ്കിൽ ഇതിൽ ലൈൻസ് വിസിബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതൊരു ബേസിക് സംഭവം മാത്രമാണ്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീച്ചർ സബ്ജക്ട് ഡേറ്റ് നമ്മളൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി, അതിനുശേഷം ടെക്സ്റ്റിലെ കളർ കൊടുത്തു, അതിനുശേഷം നമ്മൾ ഓരോ സെല്ലിലേക്കും എന്ത് ചെയ്തു, എലമെന്റ്സിന് ആഡ് ചെയ്തു, അതിൽ ബോർഡർ ആഡ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയാണ് ഒരു ഗൂഗിൾ ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ബേസിക് എലമെന്റ്സ് കൊടുക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അലൈൻമെന്റ് എനിക്ക് മാറ്റണം. അതായത് ഇപ്പൊ എല്ലാം ഇവിടെ റൈറ്റ് അലൈൻഡ് ആയി, വണ്ണൊക്കെ നമുക്ക് റൈറ്റ് അലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിന്റെ അലൈൻമെന്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ കാണാം, ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ലെഫ്റ്റിലേക്ക് അലൈൻഡ് ആയി. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇതെല്ലാം റൈറ്റ് അലൈൻഡ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ റൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം റൈറ്റ് അലൈൻഡ് ആവും. ഇനി ഇത് കഴിഞ്ഞ് ചില സമയങ്ങളിൽ ഞാൻ ഒരുപാട് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലബായി കിടക്കും, ഇത് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ എനിക്ക് നെക്സ്റ്റ് ലൈനിലേക്ക്, അതായത് 2 ലൈനായിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ 3 ലൈനായിട്ട് ഡിസ്പ്ലേ ചെയ്ത് തരും. ഇനി ഇത് പോട്ടെ, ചില സമയങ്ങളിൽ നമുക്ക് സീരിയൽ നമ്പർ ഒരുപാട് കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ഓക്കെ, 60 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ഞാൻ 1 2 3 4 5 ഇങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഇതെല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് തീരുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ 100 എലമെന്റ്സ് ഉള്ള 100 റോ ഉണ്ടെങ്കിൽ എനിക്ക് 100 വരെ ടൈപ്പ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ ഞാൻ ഈ ആദ്യത്തെ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഒരു ബ്ലൂ ഡോട്ട് വന്നിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അതുവരെയുള്ള നമ്പേഴ്സ് ഓട്ടോ ജനറേറ്റ് ആവും. അപ്പൊ ടീച്ചേഴ്സ് ഇത് മാനുവലി എൻ്റർ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു സെർട്ടൻ റേഞ്ച്, ഒരു സ്റ്റെപ്പ് കൊടുത്താൽ മതി. അതായത് 1 2 3 4 5 ഇതിന് മനസ്സിലാവണം ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാനിവിടെ 1 2 3 4 5 കൊടുത്തു, അതിന് പകരം ഞാൻ 1 3 5 7 ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. അപ്പം ഈ 4 എലമെന്റ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ ബ്ലൂ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ആവുന്നത് എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഞാൻ ഡ്രാഗ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സെലക്ട് ചെയ്യുന്ന എലമെന്റ്സ് അതിന്റെ പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ബാക്കി എലമെന്റ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കറക്റ്റ് ഓർഡറിലാണ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1 then 2 then 3 then 4 ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് പാറ്റേൺ ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള നമ്പറിംഗ് പാറ്റേൺ എന്താണോ അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് ഇവിടെ പാറ്റേൺ ജനറേറ്റ് ആവുക. ഓക്കെ, അപ്പം നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിലെ ഓട്ടോ ജനറേഷനും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുമ്പ് നമ്മൾ സോർട്ടിംഗ് ടെക്നിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഫിൽട്ടറിന്റെ ഓപ്ഷൻ വന്നു. ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ Z to A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, 20 മുകളിൽ വന്നു. ഇവിടെ ഡിസെൻഡിങ് ഓർഡർ ആയി. A to Z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ വന്നു. അപ്പം സോർട്ടിങ്ങും നമ്മൾ നോക്കി, ലിസ്റ്റ് ജനറേഷനും നോക്കി. അപ്പം ഇതിലുള്ള കണ്ടന്റ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓവർ ടെൻഷൻ ആവേണ്ട. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് ആ ഫോമിന്റെ ലിങ്ക് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഗൂഗിൾ ഫോം വഴി നമുക്ക് കുട്ടികളുടെ കയ്യിൽ നിന്നും ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാം. ഗൂഗിൾ ഷീറ്റ് വഴി നമുക്ക് കിട്ടിയ ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഗൂഗിൾ ഷീറ്റ് വഴിയാണ് നമുക്ക് ഡാറ്റ കിട്ടുക. അതായത് നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ ഡാറ്റയും നമുക്ക് ഗൂഗിൾ ഫോം വഴിയായിരിക്കും നമുക്കൊരു റെസ്പോൺസ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പം ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റും ഇത്രയുമാണ് നമ്മൾ ഗൂഗിൾ ഫോമിലും ഗൂഗിൾ ഷീറ്റിലും ബേസിക്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പം നമുക്കിപ്പോൾ കലോത്സവം അല്ലെങ്കിൽ ഫെസ്റ്റുകൾ, IT ഫെസ്റ്റ് ആയിക്കോട്ടെ, ശാസ്ത്രോത്സവം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എല്ലാ ടീച്ചേഴ്സും എല്ലാ ക്ലാസ്സിലും പോയി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഈ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതത് സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ എനിക്ക് IT ഫെയറിന്റെ ചാർജ് ആണെന്നുണ്ടെങ്കിൽ IT ഫെയറിലുള്ള ഇവന്റ്സിന്റെ ഒരു ലിസ്റ്റ് ഇങ്ങനെ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. ആ ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്താൽ മതി.
നമ്മൾ അതത് ദിവസം ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും പോയി ഇറങ്ങി പേപ്പർ വഴി കുട്ടികളുടെ ഡീറ്റെയിൽസ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഒരൊറ്റ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കുട്ടികളാണ് ഏതൊക്കെ ഇവന്റ്സിന് എന്നുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരു ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് കിട്ടും. പിന്നെ അത് ജസ്റ്റ് ഡയറക്റ്റ് പ്രിന്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ മാത്രമേ വരുന്നുള്ളൂ.